ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ഒരു ബോധ്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായത്തിൻ്റെ 12-ാമത്തെയും 13-ാമത്തെയും വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയും. മതി. പ്രവാചകനായ യെശയ്യാവ് ദൈവത്തിൻ്റെ ജനത്തോട് പ്രവചിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. അതിനകത്ത് 3 കാര്യങ്ങൾ പ്രവാചകൻ പ്രവചിക്കുകയാണ്. ഒന്ന്, കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ജനത്തോട് സംസാരിക്കുകയാണ്. രണ്ടാമത് പറയുകയാണ്, നിന്റെ കരം പിടിച്ച് നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. മൂന്നാമത് പ്രവാചകൻ പറയുകയാണ്, നിന്നെ കൈക്ക് പിടിച്ച് നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് പറയുന്ന സാഹചര്യം എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ജനം പ്രവാസത്തിൽ പോകുന്നതിന് ഏകദേശം 130 വർഷം പുറകിൽ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുകയാണ്. അടുത്ത 130 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കഷ്ടത വരുന്നുണ്ട്, ഒരു പ്രതിസന്ധി വരുന്നുണ്ട്. അവിടെ പലരും നിങ്ങളോട് പോരാടും. പക്ഷേ ആ പോരാട്ടങ്ങളുടെ നടുവിൽ ഞാൻ നിങ്ങളെ കൈക്ക് പിടിച്ചു നടത്തും. സ്തോത്രം. ഞാൻ വേദപുസ്തകത്തിൻ്റെ ഒരു വെളിപ്പാട് പറയാം. സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല ദൈവം വെളിപ്പെടുത്തുന്നത്, സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് പലതും ദൈവം വെളിപ്പെടുത്തി തരും. നിങ്ങൾക്ക് ദൈവം പറയുന്ന ദൂതിനും ദൈവം പറഞ്ഞ സംഭവത്തിനുമിടയിൽ ഒരു കാലയളവുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നവർ ആ കാലയളവിനെ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ മനസ്സിലാകാനായിട്ട് ഇന്ന് രാവിലെ എടുത്ത വചനത്തിൽ നിന്ന് പറഞ്ഞതിലൊരു ചെറിയ ഭാഗം നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാൻ പോവുക, ഈ ദൂത് മനസ്സിലാക്കാൻ. അപ്പോസ്തലപ്രവൃത്തി വായിക്കേണ്ട 12-ാം അധ്യായത്തിൽ പത്രോസ് ഇരുമ്പഴികൾക്കകത്ത് കൂർക്കം വലിച്ചുറങ്ങുന്നേ കാണാം. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ സാഹചര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരുവനെ വാളുകൊണ്ട് കൊന്നു. പത്രോസിനെ കൊല്ലാനുള്ള വാള് തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുക, തീർന്നില്ല. അറുത്തു കൊന്നവൻ്റെ രക്തത്തിൻ്റെ മണം കിടക്കുന്ന മുറിക്കകത്തുണ്ടായിട്ടും അവൻ കൂർക്കം വലിച്ചുറങ്ങുക. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ കൂടെ പത്രോസ് നടന്നപ്പോൾ യേശു പറഞ്ഞായിരുന്നു, നീ നല്ല വാർദ്ധക്യത്തിലേ മരിക്കത്തുള്ളൂ. ഞാനൊരു ദൂത് പറയാം. നിന്നെ ആരാക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്കുണ്ടാകുന്ന സംഭവങ്ങളെ നീ മൈൻഡ് ചെയ്യണ്ട. സ്തോത്രം. യോസഫിൻ്റെ അടുക്കൽ ദൈവം വന്നേച്ചു പറഞ്ഞു, യോസഫേ, നിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കും, മറ്റുള്ള കറ്റ നിന്റെ കറ്റയെ നമസ്കരിക്കും. യോസഫേ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നിനക്ക് മുമ്പിൽ വണങ്ങപ്പെടും. വ്യാഖ്യാനമില്ലാത്തവൻ വായിച്ചാൽ കോട്ടയത്ത് 4 ഏക്കർ കണ്ട നിനക്ക് തരാൻ പോവാന്നേ വായിക്കത്തുള്ളൂ. പക്ഷെ വരമുള്ളവൻ, കൃപാവരമുള്ളവൻ പറയും, സ്തോത്രം, എനിക്ക് പൊട്ടക്കുഴി ഒരുക്കിയാലും എൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇസബേൽ വാശി പിടിച്ച് ഏലിയാവിനെ കൊന്നേച്ചേ മാറുവെന്ന് ദൈവം വാശി പിടിച്ചു ഇസബേലിന്റെ മുമ്പിൽ കൊല്ലാതെ ഏലിയാവിനെ എടുത്തോണ്ട് പോകുമെന്ന്. ഞാനിവിടെ നിൽക്കുന്ന ചിലരോട് ദൂത് പറയാം. നിന്റെ ലൈഫിൽ നടക്കുന്ന ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യങ്ങൾ വരെ ദൈവം നാളുകൾക്ക് മുമ്പ് നിന്നോട് സംസാരിക്കും. ഒരാമയും പറയണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു സന്ദേശം പറഞ്ഞു. എത്ര പേർ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചൊരു മെസ്സേജായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് ഞാനൊരു പദമെടുത്ത് പറഞ്ഞു, നിന്റെ ചെറിയൊരാവശ്യം തൊട്ട് നിന്റെ വലിയ ആവശ്യം വരെ സമയം തെറ്റാതെ കൃത്യസ്ഥലത്ത് കൃത്യസമയത്ത് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒറ്റയാളേ ഉള്ളൂ. അവൻ്റെ പേരാ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. ജീസസ്. ഈ ദൈവം ചെയ്യുന്ന ചില കാര്യം മനുഷ്യന് ചിന്തിച്ചാൽ എത്തും പിടിയും കിട്ടത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ 1-2 പദങ്ങൾ ഞാൻ പറയാം. ഇതിൽ നിങ്ങൾ ധൈര്യപ്പെട്ടോണം. മുമ്പിൽ വരുന്ന പ്രതിസന്ധിയെ മൈൻഡ് ചെയ്യരുത്. അതും നിന്റെ അവസാനമല്ല. നിനക്കെന്തോ ഒരു പ്രവൃത്തി വെളിപ്പെടാനുണ്ട്. സ്തോത്രം, സ്തോത്രം.
ആമി, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യം, 40 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ മക്കൾക്ക് 30-നും 40-നും ഇടയ്ക്കുള്ള ജനസമുദ്രം എപ്പോൾ പറഞ്ഞാലും കണക്ക് തെറ്റിപ്പോവും. ആമി, സ്തോത്രം, ശ്രദ്ധിക്കണം. ആ ജനസമുദ്രത്തിന് എല്ലാ ദിവസവും രാവിലെ മന്ന പൊഴിയുന്നതിൻ്റെ പിമ്പിലെ ഗോഡൗൺ എവിടാന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ? സ്തോത്രം. മുടങ്ങാതെ ഏലിയാവിന് കാക്ക അപ്പം കൊണ്ട് കൊടുക്കുമ്പോൾ ഈ അപ്പം ചുടുന്ന കട ഏതാണെന്നൊന്ന് കാണിച്ചു തരാമോ? കണ്ട, മിണ്ടുന്നില്ല. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരും, ദൈവത്തിന് സ്തോത്രം, ഒരു പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഒരു ജില്ലയിലെ മുഴുവൻ ആൾക്കാരും കഴിക്കത്തക്ക മാവ് പൊന്തിച്ചു വരുന്ന തുരുത്തിയിലെ മാവിൻ്റെ ഉറവ എവിടാന്നൊന്ന് കാണിച്ചു തരാമോ? ഞാൻ പറയാം, നിന്റെ ബുദ്ധിക്ക് ഇതൊന്നും എത്തുകയില്ല. പക്ഷെ ഞാനൊരു കാര്യം നിന്നോട് പറയാം, നിന്റെ ആവശ്യം എന്താന്ന് തിരിച്ചറിഞ്ഞ് നിനക്ക് അതതു സമയത്ത് അത് എത്തിച്ചു തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ വെള്ളിയാഴ്ച എടുത്തു പറഞ്ഞൊരു ദൂത് ഒന്നുകൂടെ പറയുകയാണ്. ദൈവത്തിന് അബ്രഹാമിൻ്റെ കണ്ണ് തേടുന്നത് ഒരാടിനെയാണ്. അബ്രഹാമിൻ്റെ കണ്ണ് തേടിയ ആട് അബ്രഹാമിൻ നിൽക്കുന്ന മലയിൽ തന്നെ ഉണ്ട്. ഹാഗർ കരയുന്നത് ഒരാടിനല്ല, ഒരു കുഞ്ഞിന് ഒരിറ്റ് വെള്ളമാ. അവൾ കൊതിക്കുന്ന വെള്ളം അവിടെ മുമ്പിൽ തന്നെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നീ എന്താഗ്രഹിക്കുന്നോ അത് നീ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെ ഉണ്ട്. ഓ ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഏലിയാവിന് ഇപ്പോൾ ആവശ്യം മരിക്കുന്നതാണ് ആവശ്യം. പക്ഷെ ദൈവം പറയാം, നീ മരിക്കത്തില്ല, ജീവിക്കാൻ പോവുക. നിനക്ക് വേണ്ടത് അടയും വെള്ളവുമാണെങ്കിൽ അത് അവിടെ ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന ചിലരോട് പറയാം, ധൈര്യപ്പെട്ടോണം. ആര് നിന്റെ ഭാവിക്കെതിരെ വൃത്തം വരച്ചാലും ആ വൃത്തത്തിനകത്ത് നീ ഒതുങ്ങത്തില്ല. നിനക്ക് വേണ്ടതെല്ലാം കൃപ 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 കൃപ. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ഇന്നലകളിൽ നീ തോറ്റെന്ന് പലരും പറഞ്ഞപ്പോഴും അവരുടെ മുമ്പിൽ നീ ജയിച്ചു നിന്നത് എന്താണെന്നറിയാമോ? തക്ക സമയത്ത് ചിലത് ഒരുക്കിയത് കൊണ്ടാ. എങ്ങനെയും ഒരു വിടുതലിനല്ല പ്രാർത്ഥിക്കേണ്ടത്, നടക്കേണ്ട പോലൊരു വിടുതൽ നിനക്ക് നടക്കണം. എനിക്കിന്ന് കിട്ടുന്ന ഒരു ബോധ്യം പറയാം. ഒരു ഇസഹാക്കിനൊരു റബേക്കയെ വേണം. ഇസഹാക്കിന് റബേക്ക ഒരുക്കാൻ എലയാസർ ഇറങ്ങിയതുപോലെ ഞാൻ ചിലരോട് വിളിച്ചു പറയാം, നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്ന എലയാസർ നിന്റെ ലൈഫിൽ വന്നു കയറേണ്ട ചിലവിനെ ഒരുക്കാൻ. ഓ ജീസസ്, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് നിങ്ങൾ എന്നെ അല്പം കൂടെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ചോദ്യം, പ്രവാസം വരുന്നതിന് ഏകദേശം 130 വർഷം പുറകിൽ ഒരു പ്രവാചകനെ എഴുന്നേപ്പിച്ച് പറയുകയാണ്, നിങ്ങൾക്കൊരു വല്ലാത്ത പ്രതിസന്ധി വരും. പക്ഷെ ആ പ്രതിസന്ധി വരുമ്പം ഞാൻ നിങ്ങളോട് എങ്ങനെ ആയിരിക്കണമെന്ന് കേട്ടോണം. എൻ്റെ കൈ നിങ്ങളെ കയറി പിടിക്കും, ഞാൻ നിങ്ങളോട് സംസാരിക്കും, ഞാൻ നിങ്ങളെ, ദൈവത്തിന് സ്തോത്രം, സഹായിക്കും. അന്നേരം ഒരു കാര്യം നടക്കും, നിന്നോട് പോരാടുന്നവരെ നീ പിന്നെ കാണുകയില്ല. ഞാൻ ഈ ദൂതിലോട്ട് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുവരാൻ പോവുക. ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പോരാട്ടങ്ങൾ അനുഭവിക്കുന്നവർ ഈ പ്രാർത്ഥനയിലുണ്ട്. പോരാടുക എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. അതിനകത്തെ ഒരർത്ഥം പറയാം, എതിർപ്പുകളെ നേരിടുക, അല്ലെങ്കിൽ ഇച്ചിരൂടെ നല്ല പറയാം, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നൊക്കെ അതിന് വേണേ പറയാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിന് സംസാരിക്കാറുണ്ട്. പല തരത്തിലുള്ള പോരാട്ടം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം പറയുക, അല്പം കഴിയുമ്പം നിന്നോട് പോരാടുന്നവരെ നീ കാണുകയില്ല. ഓ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 35-ാം സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ എഴുതുമ്പോൾ അവിടെ എഴുതി, യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. ദൈവത്തിന് സ്തോത്രം. നീ എനിക്ക്, യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. അങ്ങനെയാണ് ഈ പ്രാർത്ഥന ഇന്ന് നമുക്കും ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വർഷങ്ങളായിട്ട് നിന്നോട് പോരാടുന്നവനോട് ഈ ദിവസങ്ങളിൽ ദൈവം പോരാടുന്ന ദിവസങ്ങളാകട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിൽ വരുമ്പോ പൗലോസ് പറയുന്നത് കേട്ടോ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഒരാമയും പറഞ്ഞാട്ട്.
എന്ന് പറഞ്ഞാൽ നിന്റെ വീടിനടുത്ത് താമസിക്കുന്നവനല്ല നമ്മളെ എതിരാളി, അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നവനാ നമ്മുടെ എതിരാളി. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചത്, നിനക്ക് വിരോധമായി വരുന്ന ആയുധങ്ങൾ വരുന്നുണ്ട്, നിന്നെ ഇല്ലായ്മപ്പെടുത്തത്തക്ക രീതിയിൽ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും ഫലിക്കത്തില്ല. ഞാൻ ആ ഭാഗത്തിലേക്ക് വരണമെങ്കിൽ ഇന്ന് ഈ ദൂതിനകത്തുള്ള ആത്മീക സന്ദേശം നിങ്ങളുടെ ഉള്ളിൽ വരണം. അപ്പോൾ ഒന്നാമത്തെ ഭാഗമാണ്, ദൈവം നിങ്ങളെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ കൈക്ക്, അല്ലെങ്കിൽ ദൈവം നമ്മളെ പിടിച്ചിട്ടുണ്ട്. ഒരാമയും പറഞ്ഞാട്ട് ഈ തത്തുല്യമായ ചില വാക്കുകൾ ബൈബിളിലുണ്ട്. ഒന്നാമത്തെ വാക്കാണ് ദൈവം കൂടെയുണ്ട്. അതൊരു വാക്കാ. ദൈവം എന്തുവാ? എന്താ അടുത്തിരിക്കുന്ന ആളെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറ. ഒരു ദൈവത്തിന് കരുത്ത് തരുന്ന ശബ്ദമാണ്. എൻ്റെ കൂടെ മന്ത്രി ഉണ്ടെന്നല്ല, നേതാവുണ്ടെന്നല്ല, രാഷ്ട്രീയക്കാരുണ്ടെന്നല്ല, എൻ്റെ കുടുംബക്കാരുണ്ടെന്നല്ല, എൻ്റെ കൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് മനസ്സിനകത്തൊന്ന് തട്ടട്ടാ തൂത. എൻ്റെ കൂടെ ആരുണ്ട്? മറ്റൊരു പദമാ, ദൈവം നിനക്ക് അനുകൂലമാണ്. ദൈവം നിനക്ക് എന്തുവാ? ഒന്ന് നെഞ്ചത്ത് കൈവച്ചട. ദൈവം എനിക്ക്, ഇതിനോട് ചേർന്ന വാക്കുകളാ. ദൈവം എനിക്ക്. പൗലോസ് ചോദിക്കുക, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ നിനക്ക് പ്രതികൂലം ആര്? ഇന്നലകളിൽ നിനക്കതിന്റെ ഭുഭിക്ഷതയോടെ വെല്ലുവിളിച്ച ദുഷ്ടശക്തിയെ നോക്കിക്കൊണ്ട് പറയണം, ദൈവം എനിക്ക് അനുകൂലമാണോ? ലോർഡ്, ഓരോ ദൈവമൈകൾക്കും കരുത്ത് പകരുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ദൈവം അനുകൂലമെന്നുള്ളതാ. എസ്രായുടെ കാലത്തൊരു ജനത മുഴുവൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം അനുകൂലമാ, ദൈവത്തിന്റെ കൈ അനുകൂലമാ. ഇനിയും ഞങ്ങൾ പോകുന്ന യാത്രയിൽ ശത്രു പതിയിരിക്കുന്നുണ്ട് ഞങ്ങളെ കൊല്ലാൻ. ഞങ്ങൾ രാജാവിനോട് സഹായം ചോദിക്കാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി പ്രഖ്യാപിച്ചു ദൈവത്തിന്റെ കൈ അനുകൂലമാണ്. അതുകൊണ്ട് അവർ ഒരു ഉപവാസം പ്രസിദ്ധിച്ചത് എന്തിനാണെന്നറിയാമോ? പറഞ്ഞ വാക്ക് ഫലിക്കാൻ. കുലുക്കമില്ലാത്തതിന്റെ രഹസ്യം അറിയാമോ? അനുകൂലമാന്നുള്ള വാക്യം അകത്ത് കടന്ന് തിളക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. 100 പ്രതിസന്ധികൾ നിന്നെ വിഴുങ്ങാൻ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്നോട് ഞാൻ പറയാം, ദൈവം നിന്റെ കൂടെ ഉണ്ട്. ബൈബിൾ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണം, നീ വെള്ളത്തിൽ കൂടെ കടക്കും, പക്ഷെ അത് നിന്റെ മീതെ കവിയത്തില്ല. അതിനർത്ഥം എഴുതിക്കോ. എന്താന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ അഗ്നിയിലൂടെ കടക്കും, അത് നിന്നെ ദഹിപ്പിക്കത്തില്ല, കാരണം ഞാൻ നിന്റെ കൂടെ ഉണ്ട്. കണ്ടോ, ഇത് പ്രസംഗിച്ചാൽ തന്നെ ഇന്ന് 5 മണിക്കൂർ പ്രസംഗിക്കാം. ഞാൻ ചിലരോട് ദൂത് പറയാം, ആർക്കുമില്ലാത്ത വെല്ലുവിളി നിനക്ക് വന്നെങ്കിൽ ഓർത്തോണം, ദൈവം നിന്റെ ദൈവം കൂടെ ഉണ്ടെന്ന് ഒരുത്തൻ ഉറപ്പ് വരുമ്പോഴാ പ്രതിസന്ധികൾ നോക്കാതെ എടുത്തിയാടുന്നത്. ദൈവം കൂടെ ഉണ്ടെന്ന്. ഒരിക്കൽ യേശു ശിഷ്യന്മാരെ നമ്മുടെ വള്ളത്തെ കയറ്റി വിട്ടേച്ച് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവര് പോയപ്പം കടലിൽ അതിഭയങ്കര കാറ്റടിച്ചു. അന്ന് വരെ പൊങ്ങാത്ത തിര അന്നവരുടെ പടകിന് നേരെ പൊങ്ങി. ഈ ശിഷ്യന്മാരെ സംബന്ധിച്ച് കടൽ അവരുടെ കളിക്കളവാ. ഈ കടപ്പുറത്തുള്ള പിള്ളേരൊക്കെ കളിക്കുന്നത് കടലിനകത്താ. ഞാനൊക്കെ മലമ്പ്രദേശത്ത് ജനിച്ചതാ. ഞങ്ങളോടൊരു മല കയറാൻ പറഞ്ഞാൽ ചിരിച്ചോട്ട് ഞങ്ങൾ കയറും. കടപ്പുറത്ത് കിടക്കുന്ന തന്നെ മല കണ്ടാൽ അവൻ നോക്കി വെച്ചു, അയ്യോ ഇങ്ങനെ കയറും. എന്നാൽ കടപ്പുറത്ത് ഇരിക്കുന്നവന് കാറ്റ് പേടിയില്ല. അവൻ വള്ളം മുങ്ങിയാലും നീന്തി കര വരും. ശ്രദ്ധിക്കണം. പക്ഷെ അന്ന് വരെ അടിക്കാത്ത കാറ്റ് പത്രോസിന്റെ അവര് പോയ പടകിന് നേരെ അടിച്ചു. ശ്രദ്ധിക്കണം. പക്ഷെ അവര് 3 യാമങ്ങൾ ആടി ഉലഞ്ഞു. 4ാം യാമത്തിനോട് കാഴ്ച കണ്ടവര് ഏത് തിരമാല ഒതുക്കാൻ വന്നോ അതിന്റെ മുകളിൽ കൂടെ ഒരുവൻ നടന്നു വരുന്നു. ഹല്ലേലൂയ.
ഞാനൊരു വെളിപ്പാട് പറയാം. 3 യാമം ശത്രുവിന് കളിക്കാനാണെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാനൊരു നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഏത് ഒലച്ചില് വന്നാലും നീ രക്ഷപ്പെടും. മുമ്പേ പറഞ്ഞ പദം ഞാൻ ചേർത്ത് പറയാം. നിന്നോട് പോരാടുന്നവരോട് ദൈവം പോരാടാൻ പോവുക. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ആ പഴയ നിയമത്തിൽ വിശുദ്ധ എന്ന് പറഞ്ഞ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അവൻ ഫറവോന്റെ ഇരുമ്പ് രഥങ്ങൾ പുറകെ വരുമ്പോ പറയാ, പേടിയില്ല, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ഒരാളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോ കരുത്ത് പ്രാപിച്ചേ പോകാവൂ, ശക്തി പ്രാപിച്ചേ പോകാവൂ. ചെറുടെ ഗഹനമായി വരട്ടെ. ദൈവത്തെ ഈ ദൂതിന്റെ അകത്ത് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. സ്തോത്രം. 4-ാമത്തെ യാമത്തിൽ യേശു ഈ പത്രോസിനെ സംബന്ധിച്ച്, പത്രോസിന് ഇച്ചിരി എടുത്തിയാട്ടം കൂടുതലാ. പത്രോസിന് ഇച്ചിരി എടുത്തിയാട്ടം. ചില കണ്ടിട്ടില്ലയോ, ഒരു 3-4 വട്ടം ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നും അവർ വർഷങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ ആലോചന ചത്തു കഴിഞ്ഞാലും തീരത്തില്ല. ബ്രദറെ, എന്തുവായി മുമ്പോട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. ബ്രദറെ, സ്നാനപ്പെടുന്നത് എന്തുവായി? അപ്പനൂടെ മരിച്ചു കഴിഞ്ഞ് പെടണമെന്ന് താല്പര്യം. അപ്പം മരിച്ചു കഴിഞ്ഞു എന്നാ പെടാത്ത ആലോചിച്ചുകൊണ്ടിരിക്കുക. ചില കണ്ടിട്ടില്ലയോ, എടുത്തിയാട്ടോ. ഞാനൊരു ദൂത് പറയാ, എടുത്തിയാട്ടക്കാരൻ്റെ കൂടാ കർത്താവ്. പത്രോസ് കർത്താവിനോട്, കർത്താവേ നീയാണ്, ഞാൻ അങ്ങോട്ട്. കർത്താവ് പറഞ്ഞു വാ. കർത്താവ് കുറച്ചു നേരം കൊണ്ട് കൊതിക്കുക, ഒരുത്തനേലും ചോദിക്കുമോ. അവനെ 11 പേര് വള്ളത്തിൽ നിന്ന് പറയുക, ആവശ്യമില്ലാത്ത എടുത്തിയാട്ടം കാണിക്കരുത്. മുങ്ങുമ്പോ ഞങ്ങൾ കാണുകയില്ല, അല്ലേലും നിങ്ങൾ കാണുകയില്ല. മുങ്ങിയാലും ഇല്ലേലും നിങ്ങൾ. അവൻ മുമ്പോട്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചു. 1, 2. അന്നേരം വള്ളത്തെ ഇരുന്നവന്മാര് പറയുക, ഇപ്പൊ കാണാം, ഇപ്പൊ കാണാം. പത്രോസും പറയാം, ഇപ്പൊ കാണാം. പത്രോസിന്റെ പ്രത്യേകത പറയാം. യേശുവില്ലാത്ത വള്ളത്തെക്കാൾ യേശു ഉള്ള കടലാ നല്ലേ. ഒരാമയും പറയണം. നിനക്കെന്തോ ഉണ്ടേലും യേശു ഇല്ലെങ്കിൽ നിന്റെ ലൈഫ് സീറോയാ. നിനക്കൊന്നുമില്ലേലും യേശു ഉണ്ടേ നീ സമ്പന്നനാ. സ്തോത്രം. നല്ലൊരാമയും പറഞ്ഞാട്ട്. യേശു ആരാ? ഹല്ലേലൂയ. എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പേ യേശു ഉണ്ട്. യേശു ജഡത്തിൽ അവതരിക്കും മുമ്പ് യേശു ഉണ്ട്. ജനിച്ചു കഴിഞ്ഞു യേശു ഉണ്ട്. മരിക്കുമ്പോൾ യേശു ഉണ്ട്. മരിച്ചു കഴിഞ്ഞു യേശു ഉണ്ട്. ഒരാമയും പറയണം. അപ്പൊ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളവൻ, മരിച്ചിട്ടുമുള്ളവൻ, അങ്ങനെ ഒരാളേ ഉള്ളൂ. അവന്റെ പേരാ യേശു. അപ്പൊ നമുക്ക് ഇച്ചിരി ഗഹനമായിട്ട് വരാം. നോക്കിയേ, ഇവര് അങ്ങോട്ട് ചാടി. ഹല്ലേലൂയ. കാറ്റ് കണ്ട് മുങ്ങി. പ്രത്യേകത, കർത്താവിന് കയ്യെത്തി പിടിക്കാവുന്ന അകലത്തിൽ ജീസസ് അവൻ നിൽക്കുക. അല്പം കഴിഞ്ഞപ്പോ നിങ്ങൾ നോക്കിയേ, യേശു കൈ നീട്ടി അവനെ പിടിച്ചു. 11 പേർ വള്ളത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 12-ാമത്തവൻ യേശുവിന്റെ കൈകളിൽ ഉയർത്തപ്പെടുക. ഹല്ലേലൂയ. കൊതിയുണ്ട് ഒരിക്കലെങ്കിലും ആ കൈകളിൽ എനിക്കൊന്ന് ഉയർത്തപ്പെടണം. പത്രോസ് വാദിയോ, അതുകൊണ്ട് തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് ആ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുക. ഞാൻ ചിലരോട് പ്രവചിക്കുക, ഈ കരം നിന്നെ ഉയർത്താൻ സമയമായി. നിന്റെ വീട്ടിലുള്ളവരിൽ വെച്ചും നിന്നെ വ്യത്യസ്തനാക്കി, നിന്റെ ദേശത്ത് നിന്നെ വ്യത്യസ്തനാക്കി, നിന്റെ ചുറ്റുപാട് ആരെയൊക്കെയോ ഈ കരം നിന്നോട് പോരാട്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്കറിയോ, ഈ ആത്മീക ജീവിതം തന്നെ ഒരു പോരാട്ടം. ആത്മീക ജീവിതം തന്നെ ഒരു പോരാട്ടം. ഈ ചിലര് പറയും, ഞങ്ങളൊക്കെ വിശ്വാസമുണ്ട് കുറെ വർഷം, ഞങ്ങൾക്കൊന്നും ഒരു പ്രോബ്ലവും ഇല്ല.
കാര്യമായ അപകടത്തിലാണ്. സ്തോത്രം. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഏതേലും കുഞ്ഞ് വീഴാതെ നടന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. കുഞ്ഞ് വീഴുന്നതും പ്രായമുള്ളവർ വീഴുന്നതും രണ്ടാ. കുഞ്ഞ് മേശയിൽ നിന്ന് താഴെ വീണു, ഒന്നും പറ്റിയില്ല. 68 വയസ്സുള്ള അമ്മ വീണാലോ 7 ഒടിഞ്ഞു പോകും. വീഴേണ്ട പ്രായത്തിലേ വീഴാവും. പ്രായം തെറ്റി വീണാൽ, ഭാഷ പറഞ്ഞല്ലോ വീഴാവുന്നു, പ്രായം തെറ്റി വീഴാ ഒടിഞ്ഞു പോകും. നമ്മൾ ചിലപ്പം കാപ്പിയുടെ ഒക്കെ മണ്ട കയറിയിരിക്കുമ്പോ കാപ്പി കമ്പ് ഓടിച്ചോണ്ട് താഴെ വന്നു, ഒന്നും പറ്റിയില്ല. 70 വയസ്സുള്ള കാപ്പി കമ്പ് ഓടിച്ചോണ്ട് താഴെ വരാവും. പിന്നെ കാപ്പിക്കമ്പ് വെട്ടി വേണം നടക്കാൻ. ഇവിടെ മനസ്സിലാക്കണം, ഏതേലും ആൾക്ക് സൈക്കിൾ കയറ്റം പഠിക്കുമ്പോ നിലവിളിക്കാതെ സൈക്കിൾ ചവിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്നാ പ്രയാസോ. എവിടെയെങ്കിലും മതിൽക്കുറ്റി കൊണ്ടാന്ന് തപ്പിയാ നിൽക്കുന്ന കാല് ഊന്നാൻ. മതിൽക്കുറ്റി എങ്ങും ഇല്ലെങ്കിലോ ബ്രേക്ക് പോയേന്നൊരു വരവാ. ഇവിടെ നിങ്ങളോട് എന്താ പറയാൻ പോകുന്നതെന്നറിയോ? ആത്മീക ജീവിതത്തിൽ ധാരാളം പോരാട്ടമുണ്ട്. എന്നാൽ ഈ സൈക്കിൾ കയറ്റം അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാലോ പിന്നെ ഇങ്ങനെ കൈ വിട്ടുപോകണോ, കൈ ഉയർത്തിക്കൊണ്ട് പോകണോ, എന്നാ ബാലൻസ്ഡ്. ഇതുപോലെ സ്പിരിച്വൽ ലൈഫില് ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോ ചില പ്രതിസന്ധിക്ക് അകത്തൂടെ അവരെ കയറ്റിവിടും. ഇസ്രായേൽ മക്കളെ കുറിച്ച് കണ്ടോ, യുദ്ധം അഭ്യസിപ്പിക്കാത്ത ജനത്തെ യുദ്ധം അഭ്യസിപ്പിക്കാണെന്ന് ദൈവം എഴുന്നേൽപ്പിച്ച ജാതികളാവിത്. ഒരാമയും വരുന്നില്ല. ചിലർ ചോദിക്കും, ഈ പ്രാർത്ഥിക്കാൻ വരുന്നതിന് മുമ്പ് എനിക്ക് ഈ ഒരു പ്രോബ്ലം ഇല്ല ബ്രദറെ. വരത്തില്ല. കാരണം എന്താണെന്നറിയോ, അവൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിനക്ക് ഒരു എതിരാളിയുണ്ട്. അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പോരാട്ടം. അന്നേരം ലോകത്തിൽ ആരെയും വിളിക്കാത്ത കോളെല്ലാം നമുക്ക് വരും. ഓ ഹല്ലേലൂയ. അവൻ നിങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തുന്നത് ഞാൻ പറയുന്ന ഈ ഫോൺ ബെൽ ഓഫ് ചെയ്ത് കമത്തി വെച്ചേ നടത്താവൂ. അല്ലെങ്കിൽ ഇതാൽ നോട്ടേ നടക്കൂ, പ്രയർ നടക്കുകയല്ല. സ്തോത്രം എല്ലാം പോയല്ലോ. ഇവിടെ നമുക്ക് ഈ ഭാഗത്തോട്ടൊന്ന് വരാം. സ്തോത്രം. അപ്പം ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് ഒരു ദൈവവൈദ്യന്റെ ധൈര്യം. എന്തുവാ? ദൈവം, ചില പദങ്ങൾ ഞാൻ പറഞ്ഞു, കൂടെയുണ്ട്, ദൈവം അനുകൂലമാണ്. അവൻ ദൈവത്തിന്റെ കരം തൊട്ടു, ദൈവത്തിന്റെ കരം പിടിച്ചു, ദൈവത്തിന്റെ വലങ്കരം പിടിച്ചു. ഇങ്ങനെയൊക്കെ ഒത്തിരി പദങ്ങളുണ്ട്. ഞാൻ ഈ ദൂതിലോട്ടൊന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് വെച്ച് പറ, ദൈവത്തിന്റെ കരം നിന്നെ പിടിച്ചിട്ടുണ്ടെന്ന് പറ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വചനം നമുക്ക് വായിക്കാം. യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. പ്രവാചകൻ പറയാ, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് കാക്കും. ഈ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഫീൽ ഉണ്ടായിട്ടുണ്ടോ, നമ്മുടെ കൂടെ ദൈവം നടക്കുന്ന ഫീല്, ദൈവത്തിന്റെ കൈ നമ്മളെ തൊടുന്ന ഫീല്? ഒരാമയും വരുന്നില്ല. യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ വെള്ളിയാഴ്ച പ്രസംഗിച്ചു. യാബോക്കടവ് കഴിഞ്ഞ പിന്നെ പുള്ളി ഇങ്ങനെ ഒത്തിയൊത്തിയാ നടക്കുന്നത്. എന്നാ കാര്യം എന്ന് വെച്ചാൽ തമ്പുരാന്റെ ഒരു കൈ തന്നെ ഒന്ന് തൊട്ടതാ. ദൈവത്തിന്റെ പ്രത്യേകത പറയാം, അവൻ തൊട്ടാൽ ഈ ഭൂമിയിൽ എത്ര വർഷം നീ ജീവിച്ചിരിപ്പുണ്ടോ അത്രയും വർഷവും നിനക്കൊരു അനുഭവം. ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടുവെച്ച് പറ, ദൈവം നിന്നെ തൊടണമെന്ന് പറ. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. ഞാൻ നിന്നെ കൈ പിടിച്ച് നിന്നെ കാക്കും. ഒന്ന് ഞാൻ നിന്നെ കൈ പിടിച്ച് കാക്കും. നിന്നെ കാക്കും. ഒരാളുടെ കയ്യില് കൈ അമർത്തി പിടിക്കുന്ന പോലെ ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ കയ്യിൽ അമർത്തി പിടിക്കട്ടെ. നീ ഒറ്റയ്ക്കല്ല. പത്രോസിനെ യേശു കൈനീട്ടി പിടിച്ചു ബൈബിളിൽ എഴുതി, അവ ഇരുവരും പടകിൽ കയറി. അന്നെപ്പോൾ കാറ്റമർന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ കൈക്ക് പിടിച്ചാൽ പല അത്ഭുതങ്ങൾക്കും നീ സാക്ഷിയാകും. പല നന്ദി കർത്താവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഇതൊരു പോരാട്ട ജീവിതമാണ്.
പാട്ടുകാരൻ ഒരിക്കൽ പാടി, നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാം. ദൈവത്തിന് സ്തോത്രം. നല്ല പോരാട്ടം പോരാടി. എന്നാ പിന്നെ 4 ലൈൻ പാടല്ലോ. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിയിടാം. എത്ര പേര് അതിന് പോരാടി ഓടാൻ തയ്യാറാ? പാസ്റ്ററെ, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നു. ഇനി ശത്രു 7 കിലോമീറ്റർ ദൂരെ നിൽക്കണം. അല്ല, നിന്റെ വീട്ടിൽ പുള്ളി വരും. പക്ഷെ അവന്റെ മുമ്പിൽ നീ എതിർത്ത് നിൽക്കണം അവനെ. ബൈബിള് പറഞ്ഞു കേട്ടോ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അടുത്ത വാക്യം, എന്നാൽ അവൻ നിന്നെ വിട്ട്. ഇനി ഒരു പദം പറയാം, ഒരു വഴിയായി വന്നവൻ. ഇത് നിനക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. യേശുവേ കൃപ ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കട്ടെ. എത്ര പേർ ആഗ്രഹമുണ്ട് ഒരു പോരാട്ടം? ഒന്ന് കൈ ഒന്ന് ചേർത്തടിച്ച. യെസ്, 4 ലൈനേ പാടാവൂ, സമയമില്ല. നല്ല പോരാട്ടം പോരാടിയോട്ടം ഓടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടിയോട്ടം ഓടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഇവര് പാടുന്നില്ല. ഈ കയ്യടി ഇതെല്ലാം കാണിച്ച പാടും. ഹല്ലേലൂയ. നല്ല പോരാട്ടം പോരാടി ഓട്ടം. ആ പാട്ടിന് ആദ്യം എന്തുവാ? അങ്ങനെ തന്നെ. ഹല്ലേലൂയ. നല്ല പോരാട്ടം. ഒന്ന് പോരാടാൻ തയ്യാറാണോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സ്ക്രീനേ വന്നല്ലോ. ഹല്ലേലൂയ. നല്ല പോരാട്ടം. സമയമില്ലാത്തതുകൊണ്ട് 4 ലൈനേ 5 ലൈനേ പാടത്തുള്ളൂ. ഒരു ചാൻസ് കൂടെ പാടാൻ അവസരം തരിക. പക്ഷെ നിങ്ങൾ എന്നോട് ദൈവത്തിന്റെ ആത്മ, ഞാനൊരു ശബ്ദം കേട്ടാ ഈ ദൂതെടുത്തേക്കുന്നേ. നിന്നോട് പോരാടുന്നവരെ ഇനി നീ കാണുകയില്ല എന്ന് പറഞ്ഞാൽ വർഷങ്ങളായുള്ള വെല്ലുവിളിക്ക് ഈ സഭയോ ഫുൾ സ്റ്റോപ്പ്. ആ കൈ ഒന്ന് ചേർത്തടിച്ച്. യെസ്, നല്ല പോരാട്ടം പോരാടിയോട്ടം ഓടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടിയോട്ടം ഓടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. അടുത്ത കേട്ടോ, ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഒരിക്കൽ കൂടെ, ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. നല്ല പോരാട്ടം പോരാടിയോട്ടം ഓടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടിയോട്ടം ഓടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. എനിക്കും പാടിയ കൊള്ളാമെന്ന് ഉണ്ട്. ഇവര് പാടിയ ഞാൻ രക്ഷപ്പെടും. കാര്യം പ്രസംഗം നിർത്താം, പക്ഷെ ഈ പ്രസംഗം എനിക്ക് നിർത്താൻ പറ്റത്തില്ല. അപ്പം എന്തോയിനോടൊക്കെയാ പോരാടുന്നത്? ഒന്നാമത്തെ പോരാട്ടം പാപത്തിൻ്റെ പോരാട്ടം. നീ മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പേ വരെ ഇതുണ്ട്. രണ്ടാമത്തെ ഭാരമാ ഭാരമെന്ന പോരാട്ടം എന്ന് പറഞ്ഞാൽ അകാരണമായ ഭാരമിട്ട് നിന്നെ ബന്ധിക്കുക. ഇന്ന് പകൽ അതിനെയെല്ലാം തള്ളണം. എന്നിട്ട് പറയണം, ദൈവം ഞാൻ നല്ല പോരാട്ടം. ഓ ഹല്ലേലൂയ. എന്തോ ചിലതിനെ ഓവർകം ചെയ്യാൻ പോവുക. ഒരു വാഹനം മറ്റൊരു ഭാഗത്തെ ഓവർടേക്ക് ചെയ്യുന്ന പോലെ നിന്റെ വഴിയിൽ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളെ നീ കൃപ 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 ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. റബ്ബന ഹദിരിബിഗമന. മന്ത്രവാദങ്ങൾ നിന്നോട് പോരാടുന്നെങ്കിൽ, ആഭിചാരങ്ങൾ നിന്നോട് പോരാടുന്നെങ്കിൽ, ശാപശക്തികൾ പോരാടുന്നെങ്കിൽ, പാപം പോരാടുന്നെങ്കിൽ, പിശാച് പോരാടുന്നെങ്കിൽ, ആത്മാവ് പറയുന്നു ദൈവം നിനക്ക് വേണ്ടി പോരാടും. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് കാക്കും. നിങ്ങൾക്കറിയോ, ഈ പ്രതിസന്ധിക്കകത്തൂടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ ഈ ഒരാൾ നമ്മളെ കൈക്ക് പിടിച്ച് നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് കാക്കുന്ന അനുഭവം വന്നാൽ, നമ്മളെ വെട്ടിമുറിച്ചിട്ടാൽ നമ്മൾ മാറുകയില്ല. കാരണം എന്താ? അതൊരനുഭവമാണ്.
ഇന്ന് പകൽ ഏതെല്ലാം വെല്ലുവിളികൾ മുമ്പിൽ വന്നാലും പ്രാർത്ഥിക്കുന്നവൻ പറയണം, എന്നെ ഒരാൾ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരുടെ മനസ്സിലാകുന്ന വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചക പുസ്തകം 40-ാം അധ്യായം എടുത്ത് 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 11-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. പ്രവാചകൻ ആലങ്കാരിക ഭാഷയിൽ ഒന്നുകൂടെ പ്രവചിക്കുക. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കും. അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കും. എങ്ങനെയാണ്? ഇടയനെ പോലെ. ഈ രക്ഷിക്കപ്പെട്ട കൃപയിൽ നിൽക്കുന്നവരോട് പറയാം, നിങ്ങൾ ഇടയനില്ലാത്ത ആടുകളല്ല, ഇടയനുള്ള ആടാ. ഈ ദാവീദിന്റെ ജാട എന്നാന്നറിയോ? ദാവീദിന്റെ ജാട 23-ാം സങ്കീർത്തനത്തിലെ പുള്ളിയോട് യഹോവ എന്റെ എഴുതാൻ കാര്യം എന്തോ പറയാം. സ്തോത്രം. എഴുതാൻ കാര്യം ചിലര് പറയും, അപ്പൻ എങ്ങനാണോ അങ്ങനാ മകൻ. അത് സാത്താന്റെ പുസ്തകം 7-ാം അധ്യായം 3-ാം വാക്യ. ദൈവത്തിന്റെ പുസ്തകത്തിൽ അങ്ങനല്ല. നിന്നെ ആരാക്കാൻ ദൈവം തീരുമാനിച്ചോ അത് നടക്കും. സാധാരണ വീട്ടിൽ പിറന്ന ദാവീദിനെ കുറിച്ച് അപ്പം പറഞ്ഞു, ആടിനെ തീരട. അപ്പം പറഞ്ഞ വാക്ക് കേട്ട് കാട്ടിപ്പോയി കിടന്ന് എന്റെ ജീവിതം ശപിക്കപ്പെട്ടു, എന്റെ ജീവിതം ഗതികെട്ടു, എന്നെ ചേട്ടന്മാരെ പട്ടാളത്തിൽ അയച്ചപ്പോ എന്നെ ആടിന് ഇതെന്റെ വിധിയാ, ഇതെന്റെ തലവരെയാന്ന് പറഞ്ഞ് തലകുത്തി കിടന്ന് കരഞ്ഞില്ല. മോളിയിരിക്കുന്ന ദൈവം പറഞ്ഞു, ഒരു വടിയും പിടിച്ചോണ്ട് ആടിനെ നിയന്ത്രിച്ചവൻ മേളിയിരിക്കുന്ന ദൈവം പറഞ്ഞു, മുറുക്കി പിടിച്ചോടാ, ഈ വടി ചെങ്കോലായി മാറും. ഒരാമയും പറഞ്ഞു ഉടങ്ങണം. ഇടയനുണ്ടേലുള്ള ഗുണം പറയാം. നിന്റെ വീട്ടുകാർ കഴിയാത്ത വഴിയെ കൂടെ ഇടയൻ നിന്നെ കൊണ്ടുപോകുന്നേ. ഈ ചിലരെ കുറിച്ച് ചിലര് പറയത്തില്ലയോ, ഇവിടെ എങ്ങനാടാ ഇവനെയൊക്കെ ദൈവം ഇങ്ങനെ നടത്തുന്നു? ഏതാണ്ട് കൺകെട്ടുണ്ട്. നിനക്ക് പുസ്തകം അറിയാത്ത ആരുടെ കുഴപ്പമാണ്? ഇത് കൺകെട്ട് മാജിക്കും അല്ല. നീ നിന്റെ അറിവ് നടക്കുമ്പോൾ നിനക്ക് അറിവില്ല, നീ ഒരാടാ. ഈ ആടിന്റെ കുറച്ച് പ്രത്യേകത ഞാൻ കുറച്ചാൾ മുമ്പ് പ്രസംഗിച്ചായിരുന്നു. 2-3 എണ്ണം പറയാം. ആടിന്റെ പ്രത്യേകത, ആടിന് കിട്ടേണ്ടത് സമയത്ത് കിട്ടിയില്ലെങ്കിൽ, ആരെങ്കിലും ആടിനെ വളർത്തിയിട്ടുള്ളവരുണ്ടെ കൈവക്കിക്കേ. ഇത്രയും പേരൊക്കെ ഉള്ളോ? ഞാൻ വളർത്തിയിട്ടുണ്ട്, അതുകൊണ്ടത് ഇപ്പം അങ്ങോട്ട് 10-40 കൈ ഒന്നിച്ചു പോങ്ങി. കാര്യം നാണം കേടാ ഇപ്പൊ ആടിനെ വളർത്തിയെന്ന്. ഇനി ആടിനെ വളർത്തിയിട്ടുള്ളവരും കൈവക്കിക്കേ. ഇപ്പൊ ഏകദേശം പകുതി പേരായി. ഈ ആടിന്റെ പ്രത്യേകത അറിയോ? രാവിലെ കൊടുക്കേണ്ടതും ഉച്ചയ്ക്ക് കൊടുക്കേണ്ടതും വൈകിട്ട് കൊടുക്കേണ്ട തീറ്റി കൃത്യമായി കൊടുത്തില്ലെങ്കിൽ നീ ഉച്ച ഉറക്കത്തിന് കയറി കിടന്നാൽ നീ ഉറങ്ങുകയല്ല. ആടിന്റെ ട്രിക്ക് അറിയോ? ഒരു വൈരക്കുള്ളൂ, കരഞ്ഞ് 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 ഉറങ്ങാൻ കടന്ന് നിന്നെ എഴുന്നേപ്പിച്ചോണ്ട് വന്ന് അതിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടേ നിന്നെ വിടത്തുള്ളൂ. പ്രായമുള്ളവരൊക്കെ പറയും, നീ അത് എന്തായാലും കൊടുക്ക. ഇനി ഞാൻ ഇതുപോലെ കിട്ടേണ്ടത് കിട്ടാതിരുന്നാൽ ആട് കരയും. ആട് കരയുന്ന പഞ്ചായത്തുകാരോടല്ല, ഇടയനോടാ. എനിക്ക് വേണം, എനിക്ക് തരണം. ഒരാമയും പറഞ്ഞാട്ട്. ഇന്ന് പകൽ ഇടയനുണ്ടെന്ന് ഉറപ്പുണ്ട്. അടുത്തിരിക്കുന്നവൻ മിണ്ടാതിരുന്നാലും നീ കരച്ച്. ഒരു മോവാബ്യ പെങ്കൊച്ചെ യഹൂദിയയിലെ ബേദലഹേമി വന്നേച്ചേ ഒരിടത്ത് പറക്കാനിറങ്ങി. ഒരു ദിവസം അമ്മായിയമ്മ പറഞ്ഞു, എന്നും പറക്കിക്കൊണ്ടിരുന്നാ പോരാ, ഇന്ന് കളത്തിലിറങ്ങണം, കുളിച്ച് തൈലം പൂശി ഇറങ്ങണം. ഓ ഗ്ലോറി! എന്താ കാര്യം? നിന്റെ അവകാശം വീഴാൻ പോവാ നിന്റെ മേൽ. അവള് പോയച്ചു വന്ന് നടന്ന കഥയെല്ലാം വിവരിച്ചപ്പോ അവളോട് പറയാ, ബെഡ്റൂമിൽ കയറി മിണ്ടാതിരുന്നു. എന്നാ കാര്യം? നിന്റെ കാര്യം നടത്തുവോളം അയാൾ മൗനമായിരിക്കുകയല്ല. ഒരാമയും വരുന്നില്ല. ഇന്നത്തെ ദൂത് നിന്നോട് പറയാം, നിനക്ക് വേണ്ടി ചലിക്കാതെ, നിനക്ക് വേണ്ടി ശബ്ദിക്കാതെ ആ ഇടയൻ ഇരിക്കുകയല്ല.
3-4 ആഴ്ച കരഞ്ഞേച്ച് കലച്ചു നിർത്തിയ ഒത്തിരി ആട് കോട്ടയം ജില്ലയിലുണ്ട്. പക്ഷെ നീ അത്രയല്ല, ഇടയാനുള്ള ആടാ. ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വേണ്ട സഹായം, ഞങ്ങൾക്ക് ജില്ലയിൽ നിന്ന് വേണ്ട സഹായം, ധനസഹായത്തിൽ നിന്ന് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ഇടയന്റെ കയ്യിൽ നിന്നാ. 2, കരഞ്ഞു വാങ്ങിക്കാൻ ആർക്കും പറ്റും. രണ്ടാമത്തെ ഒരു കുഴപ്പമുണ്ട്. ഈ ആടിന്റെ പ്രത്യേകത, ഇത് താഴേന്ന് തിന്നുന്നതിനേക്കാൾ ഇഷ്ടം മോളീന്ന് തിന്നുന്നതാ. ആടിനെ വളർത്തുന്നവരോട് ചോദിക്കണം, മുള്ളാണ് ആടിന്റെ ഇഷ്ടഭക്ഷണം, പക്ഷെ താഴേന്ന് പുള്ളി തിന്നത്തില്ല. താഴേന്ന് പുള്ളി ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ണാടി തലയാണി കാണിച്ചു പോകും. ഇടയൻ വൈകിട്ട് അത് പറിച്ച് ഒരു കയറെ തൂക്കിയിട്ട് കൊടുത്താൽ അവൻ നിന്നിങ്ങനെ വാലെല്ലാം ആട്ടി കഴിച്ചോളൂ. കണ്ടിട്ടില്ല ചില ആടുകൾ യോഗത്തിലിരുന്ന് ഇങ്ങനെ മേളിന്ന് പോരട്ടെ, അന്നേരം ഉറങ്ങുന്നവരുണ്ട്. അതുപോട്ടെ, അവരുടെ കാര്യമല്ല. നീയോ മകനെ ഉറങ്ങി ആശ്വസിക്കാനും വചനമുണ്ട്. അപ്പൊ എന്നെ ശ്രദ്ധിക്കുക, ചില ആടുകളെ ഇരുന്ന് അനുഭവിക്കുക. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇച്ചിരൂടെ കയറി പറയാം. ആടിന്റെ 3-ാമത്തെ വിശേഷത, ആടെങ്ങോട്ട് പോണമെന്ന് ആടല്ല തീരുമാനിക്കുന്നത്, ഇടയനാ തീരുമാനിക്കുന്നത്. സ്വയ തീരുമാനമില്ലാത്ത ജീവി ആട്. ആട് പറയുമോ ഇന്ന് വൈകിട്ട് 6 മണിയാവുമ്പോ കഞ്ഞിക്കുഴിക്ക് ഞങ്ങൾ പോകുന്നുണ്ട്? പറയല. ഇടയനാ തീരുമാനിക്കുന്നത് കഞ്ഞിക്കുഴിക്ക് പോകണം. ആടിനെ കൂടടിച്ച് വിട്ടേച്ച് മുമ്പിൽ നിന്നിട്ട് പറയും. ഈ ആടിന്റെ പ്രത്യേകത, പോത്തിനെ അടിക്കുന്ന വഴി ആടിന് വേണ്ട. ആണോ? മനസ്സിലായില്ല. പോത്തിനെ അടിക്കുന്ന വടി ആടിന് വേണോ? വേണ്ട. ഇടയൻ പുറകിൽ നിന്നോണ്ട് വടി ഇങ്ങോട്ട് തിരിച്ചാൽ ആട് റൈറ്റിലോട്ട് തിരിയും, വടി ഇടത്തോട്ട് തിരിച്ചാൽ ആട് ഇടത്തോട്ട് തിരിയും. പോത്തിന് അടിക്കുന്ന വടി അടിക്കണ്ട, കാണിച്ചാ മതി. ഹോ, നല്ല ആടിനെ കൊണ്ടു നടക്കാൻ എന്നാ എളുപ്പമാണെന്നറിയോ? പണ്ട് എല്ലാം നല്ല ആടൊന്നും അല്ല, ചില കുത്തുന്ന ആടുണ്ട്. പണ്ട് നോക്കിക്കണ്ട ആടിന് അടുക്കലൊക്കെ നിന്നില്ലേ? പണ്ട് ഒരാടിന് പനി പിടിച്ചു, ആടിന് പനി. അപ്പം മൃഗാശുപത്രി ചെന്ന് ഗുളിക വാങ്ങിച്ചോണ്ട് വന്നു. അപ്പൊ ഇത് കൊടുക്കുന്നത് എങ്ങനെ? അപ്പൊ കൂടെ വന്നവൻ പറഞ്ഞു, ഒരു ഓമയുടെ തണ്ട് ഒടിക്കണം. ആടിനെ പിടിച്ചു ഈ ഓമയുടെ തണ്ടിന്റെ 2 സൈഡും കട്ട് ചെയ്തിട്ട് ഒരഗ്രം ആടിന്റെ വായിലോട്ട് വെക്കണം, മറ്റേ അറ്റത്തൂടെ ഗുളികയിട്ട് ഊതണം. അപ്പം ഞാൻ ആടിനെ പിടിച്ചു, ഓമയുടെ തണ്ടെടുത്ത് 2 അറ്റവും കട്ട് ചെയ്തു, ഒരറ്റം ആടിന്റെ വായിലോട്ട് വെച്ചു, മറ്റേ അറ്റത്ത് ഗുളികയിട്ട് ഊതാന്ന് പറയുമ്പോൾ ആടൊന്ന് തുമ്മി. കൊടുത്തവന്റെ വയറ്റിൽ വന്ന് ഗുളിക. ഇത്ര ആടും ഉണ്ട്. ചിലക്ക് പ്രത്യേകം പറഞ്ഞില്ല, ദൂത് തിരിച്ചടിക്കുന്ന ഇതാ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു. ഇപ്പൊ ചിലരൊക്കെ ഉണർന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അങ്ങ് പോയാൽ ശരിയാവും. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ചില ആടിന്റെ പ്രത്യേകത ഞാൻ പറയാം, സ്വയ തീരുമാനമില്ല. ചില ചോദിക്കും, കുഞ്ഞെന്തുവായി? +2, ഇനി എന്തുവാ? അല്ല, നിങ്ങൾക്ക് ഞങ്ങൾക്കൊരു തീരുമാനമില്ല. അതെന്നാ? അത് അവള് സ്വപ്നം കണ്ടെന്ന് നേഴ്സാവൂ. കാശുണ്ടോ? ഞങ്ങൾക്കില്ല. ആര് സഹായിക്കും? പിന്നെങ്ങനെ നേഴ്സാവുന്നത്? അറിയത്തില്ലെന്ന്. ഇടയനാ തീരുമാനിക്കുന്നത്. കണ്ടോ, മിണ്ടുന്നില്ല. നീ പാർക്കാൻ തന്നെ പട്ടണത്തിൽ ചെല്ലുമെന്നാ ദൂത്. കോട്ടയം സ്ഥലം വാങ്ങിക്കുന്നത് അറിയത്തില്ല. ഇടയനാ തീരുമാനിക്കുന്നത്. ഞാൻ പ്രവചിക്കാം, ഇടയന്റെ തീരുമാനം നിന്റെ കുടുംബത്തിൽ നടപ്പിൽ വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വചനം 4 മണിയായ തീരത്തില്ല, 5 മണിയായ തീരത്തില്ല? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാ, ഈ യോഗത്തിന്റെ പ്രത്യേകത, എനിക്കൊരു ഇടയനുണ്ട്. ചുമ്മാ പോസ്റ്റ് കണ്ട് വന്ന് കയറിയതല്ല, എനിക്ക് ആരുണ്ട്? ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ട, നിനക്കൊരു ഇടയനുണ്ടെന്ന് പറ. ഇനി എന്നെ നോക്കിക്കേ, നാട്ടുകാരെല്ലാം നിന്റെ ഭാവി കാണാൻ നോക്കിയിരിക്കുക. നിന്റെ വീട്ടിലെങ്ങാണ്ട് ഇച്ചിരി കടം കയറിയെന്നും പറഞ്ഞ് എല്ലാരും കൂടെ നിന്നെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുക. നീ പേടിക്കരുത്, കേറിയ പോലെ നീ ഇറങ്ങും. ഇനി ദാവീദ് നിക്ക്, ആടിനെ തീറ്റാൻ
പിടിച്ച വടി ഇപ്പൊ എന്താണെന്നറിയോ? ഒരു രാജ്യത്തിന്റെ ചെങ്കോല. ഞാനൊരു ദൂത് പറയാം, നിന്റെ അപ്പന് നിന്നെ ആടിനെ തീറ്റുന്നവനാക്കാൻ അറിയാമെങ്കിൽ നിനക്ക് രക്തം തന്ന അപ്പന് നിന്നെ രാജാവാക്കാൻ അറിയാവുന്ന. മനസ്സിലായി വരുന്നവരെ സ്തോത്രം ചെയ്യാവൂ. ആരുടെ മേലൊക്കെയോ വിധി മാറാൻ പോവുക. ദാവീദ് പറയാം, എനിക്കുള്ള വിധി നിങ്ങൾ നിന്ന് വരട്ടെ. ഞാൻ വീണ്ടും അതിന് വെളിപ്പാട് പറയുക. ഒരു ഇസഹാക്കിന്റെ ജീവിതത്തിൽ റെബേക്ക വരണമെങ്കിൽ ഒരുക്കാൻ ഒരു എലയാസർ ഇറങ്ങണം. ഞാൻ പ്രവചിച്ചു പറയാം, അല്പധിക നാളുകൾക്കകത്ത് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാനുള്ള ഏതോ അനുഗ്രഹത്തിന് വേണ്ടി ഒരു എലയാസറായ പരിശുദ്ധാത്മാവ്, എവിടൊക്കെയോ ഒരുക്കങ്ങൾ നിന്നെ ദൈവം തൊടുക. നിന്റെ വീട്ടിൽ സാധാരണമല്ലാത്ത ചിലത്. കൃപ 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 കൃപ. ഞാൻ കാണുക, എവിടോ ഒരുക്കുന്നു ചിലത്. നിന്റെ സന്തതിക്ക് വേണ്ടി ഒരുക്കുന്നു. നീ വിചാരിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയോ ഒരുക്കപ്പെടാൻ പോവുക. നിന്റെ രക്തബന്ധങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കുന്നത് കണ്ട് പൗലോസ് പറയാ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. കൃപ കൃപ കൃപ. ഒരുപക്ഷെ ആ ഒരുക്കം ഇന്നായിരിക്കും പൂർത്തിയാകുന്നത്. യെസ്, ആ ഒരുക്കം ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നാട്ടെ. ദാവീദ് പറയാ, യഹോവ എന്റെ ഇടയന. അടുത്ത പദം കൂടെ, എനിക്ക് ഒന്നിനും ഒന്ന് തൊട്ടേച്ച് പറ, ഒന്നിനും മുട്ടുവരത്തില്ലെന്ന് പറ. നിന്റെ വീട് അടഞ്ഞു കാണാൻ കൊതിക്കുന്നവരുടെ മുമ്പിൽ മുട്ടില്ലാതെ. അടുത്ത കേട്ടെ, നിന്റെ വടിയും കോലും. ചില ആൾക്കാർ നിന്നെ ആരാശ്വസിപ്പിക്കും? ദൈവത്തിന്റെ വടി. നിങ്ങൾക്കറിയോ, ഇടയം കൂടെയുള്ള ഗുണം പറയാം. ഈ ആടിനൊരു മിനിമം റേഞ്ചാ. ഇതൊക്കെ ഓർക്കുമ്പോഴാണ് ഞങ്ങൾ അറിയാതെ ഈ സ്റ്റേജിലൊക്കെ ചിലപ്പോൾ കരഞ്ഞോണ്ടങ്ങ് വീഴും. നിങ്ങൾക്ക് ആടിനൊരു മിനിമം റേഞ്ച് ഉണ്ട്. എന്താണെന്നറിയോ? ഇവിടെ നിൽക്കുന്ന പച്ചല ആടിന് തിന്നാം, കാലേൽ പൊങ്ങി കൈ ഇവിടെ പിടിപ്പിച്ചോണ്ട് ഇവിടെ തിന്നാം. ഇതിനപ്പുറത്തുള്ളത് കാണാനേ ഭാഗ്യമുള്ളൂ. മേളി നല്ല കൊമ്പൊക്കെ നിൽക്കുക, നല്ല പച്ചില, കാറ്റ് വരുമ്പോൾ ആടി കാണിക്കുക. ആടി ചോദിക്കുക എന്ന് കിട്ടും. എന്നാലും ഇടയന്റെ ഒരു പ്രത്യേകത, ഇടയന്റെ കയ്യിലെ വടിയിട്ട് ആ വളഞ്ഞ അഗ്രം കൊണ്ട് നോക്കിയേ, ആ ചില കൊമ്പ് ചായച്ചിങ്ങോട്ട് കൊടുക്കും. ആട് നിന്ന് ഭക്ഷിക്കും. ആട് പറയും, ഇതിനൊന്നും എനിക്ക് യോഗ്യതയില്ല. നമ്മ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധമാ പറയാ, യോഗ്യതയില്ലാത്ത. അപ്പാട്ടറിയോ? ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, നിനക്കെല്ലാം തരാൻ യോഗ്യൻ ഒരാളാ. എന്നോട് ദൈവം പറയാ, അർഹിക്കാത്ത ചില അനുഗ്രഹങ്ങൾ. കൈ ഒന്ന് ഉയർത്തി പിടിച്ചേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ഒരു നിമിഷം ശ്രദ്ധിച്ചേ, ഞാൻ ഇതിന്റെ ബാക്കിയൊന്ന് പറയാൻ പോവാ, എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചൊന്ന് പാടാൻ പോവാ. ഞാനൊരു വെളിപ്പാടോടെ നിന്നോട് പറയാം. അർഹിക്കാത്ത പലതും പ്രതീക്ഷിക്കുന്നു. നിനക്കത് ലഭിക്കാൻ ഒരു യോഗ്യതയുമില്ല. പക്ഷെ നിനക്ക് യോഗ്യതയില്ല, പക്ഷെ നിന്റെ കൂടെ നടക്കുന്നവൻ അത് നിനക്ക് ഒരുക്കി തരുന്നവനാണ്. ഹല്ലേലൂയ. നിന്റെ റേഞ്ചിനപ്പുറത്തൊരു വടി ചലിക്കുന്നു. അതിന്റെ പിമ്പിൽ ഒരു കരമുണ്ട്. അതെന്തിനാ? നിന്നെ അത് അനുഭവിപ്പിക്കാൻ. എന്നിട്ട് ദാവീദ് പറയുക, എന്റെ ദൈവത്തെ അറിയോ? അവർ പറഞ്ഞു, അറിയത്തില്ല.
ഞാൻ പറയാം, ശത്രുക്കളുടെ മുൻപിൽ വെച്ചു തന്നെ ജീസസ് എന്തുവാ, ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ എനിക്ക് വിരുന്നൊരുക്കും. നീ തീർന്നെന്ന് കഥ പറഞ്ഞവന്റെ മുമ്പിൽ ഒരു പുതിയ വിരുന്ന്. യെശയ്യാ പറയാം, മട്ടൂറി തെളിച്ച വീഞ്ഞുകൊണ്ടും മൃഷ്ടാന ഭോജനം കൊണ്ടും എന്റെ ജനത്തിനൊരു വിരുന്ന്. നോക്കിയേ, നിങ്ങൾ 1 മിനിറ്റ് എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. അവിടെ പറഞ്ഞ് ഞാൻ നിർത്താം. ദൂതൊന്നും നിന്നിട്ടല്ല, ദൂതൊന്നും ഒരിക്കലും നിൽക്കുകയല്ല. ഇനി എത്ര ദിവസം പ്രസംഗിച്ചാലും നിൽക്കുകയല്ല. നിങ്ങൾ എന്നെ നോക്കി ഞാനൊന്ന് പറയട്ടെ. ആമേ, കാട്ടിക്കിടക്കുന്ന ആടിനെ തീരുന്ന ഒരുവനെ ആമേ എല്ലാ ദിവസവും രാവിലെ മട്ടൻ കറിയൊന്നും കിട്ടത്തില്ല. കിട്ടുമോ? പറ, കിട്ടുമോ? എല്ലാ ദിവസവും രാവിലെ അപ്പവും കറിയും വെച്ചു കൊടുക്കാൻ വീട്ടുകാർ കൂടില്ല. വല്ല കാട്ടിലെ തേനും വല്ല കാട്ടിലെ കായ്വർഗ്ഗങ്ങളൊക്കെ കഴിച്ച് ജീവിച്ചോണം. ദാവീദ് പറയുക, ജീസസ് ഒരിടയനുണ്ട്, ഗുണം അറിയാവോ? ഇരിക്കുന്നിടത്ത് നന്മയും കരുണയും എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കും. ഒരാമീൻ പറഞ്ഞാട്ട് എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ രാജാവായി വാഴുമ്പോൾ രാവിലെ എല്ലാം റെഡിയാ. ഭണ്ഡാരത്തിൽ പണം വന്നുകൊണ്ടിരിക്കും, ഭക്ഷണമേശയിൽ ഭക്ഷണം വന്നുകൊണ്ടിരിക്കും, രാജകീയ വസ്ത്രം ഒരുങ്ങി വന്നുകൊണ്ടിരിക്കും. ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട, എല്ലാം. ഒരു വെളിപ്പാട് ഞാൻ നിന്നോട് തുറന്നു പറയാം. ഇതിന്റെ എല്ലാം പിമ്പിൽ ഒരൊറ്റയാളാ നടുനായകത്വം, ഇടയൻ. ആരാ? ധൈര്യത്തോടെ പറയണം. നാട്ടുകാർ ചോദിച്ചു, നീ കൈകൊട്ടി പാടാൻ പോയത് അല്ല, ഒരു ഇടയന്റെ പറകെ. ധൈര്യം വേണം. നീ ഇടയന്റെ സംരക്ഷണത്തിലാ. എനിക്ക് ദാവീദിന്റെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അവിടെ പറയാൻ പോയ സമയം പോവും. ദൈവത്തിന് സ്തോത്രം. എന്നാലും 2 വാക്ക് പറയട്ടെ. നിങ്ങൾക്കറിയാം, ഈ കാട്ടിലെ സിംഹത്തിന്റെ പ്രത്യേകത, അവൻ ഇഷ്ടമുള്ളപ്പം വന്ന് ആടിനെ പിടിക്കും. ഈ സിംഹം പിടിക്കാൻ വരുമ്പം ഇടയന്മാരെല്ലാം ചാടി മരത്തേക്ക്. അപ്പൊ അവര് സാക്ഷി പറയും, കഴിഞ്ഞ ദീർഘകാലങ്ങളായി കാട്ടിൽ അധ്വാനിച്ചിട്ടും ഒരു സിംഹം പോലും എന്നെ പിടിച്ചില്ല. കാരണം സിംഹം വരുമ്പോൾ മരത്തെ കയറാനുള്ള കൃപ എനിക്ക് കർത്താവ്. ദാവീദ് സിംഹത്തെ ആട്ടിനെയും കൊണ്ട് ഇറങ്ങിയപ്പോ ഒരു സിംഹം വന്ന് ആടിനെ പിടിച്ചപ്പോ ഇടയന്മാർ ചാടി മരത്തെ കയറി. ഇടയൻ പറഞ്ഞു, പോകരുത്, പോകരുത്. ഒരു ഉണക്കവടിയും പിടിച്ചോണ്ട് പുറകെ പോവൻ. പോകരുത്. എക്സ്പീരിയൻസ് ഉള്ളവർ പറയാ പോൽ. അവൻ പറഞ്ഞു, നിങ്ങൾ മരത്തിന്റെ മുകളിൽ ഇരുന്നു, പക്ഷെ എന്നെ ഏൽപ്പിച്ചതിനെ തൊട്ടാൽ വിടുകയല്ല ഞാൻ. അവൻ പോയി അതിനെ തലക്കടിച്ചു. നിങ്ങൾക്കറിയാം, ഒരു വെളിപ്പാട് ഞാൻ പറയാം. മൃഗത്തിന്റെ ഒരു പ്രത്യേകത, ഇരയുടെ ചോര പല്ലിൽ പറ്റിയാൽ പിന്നെ തിന്നാതെ വിടുകയില്ല. സ്തോത്രം. എന്നാ ദാവീദിന്റെ പ്രത്യേകത, എന്നെ ഏൽപ്പിച്ചതിൽ ചോര പൊടിഞ്ഞാൽ തിരിച്ചു പിടിക്കാതെ വിടുകയില്ല. ഒരാമയും വരുന്നില്ല. ഇന്നൊരാത്മയുദ്ധം ഇവിടെ നടക്കട്ടെ. നോക്കിയേ, ആട് കൊതിക്കുക. ആരെങ്കിലും ഒന്ന് തൊട്ടിരുന്നെങ്കിൽ അഭിഷേകമുള്ള വടിയുടെ സ്പർശനം സിംഹത്തിന്റെ തലയിൽ പതിച്ചപ്പോൾ സിംഹം പിടിവിട്ടു. ഒരു വെളിപ്പാടൂടെ പറയാം, ഇന്നലകളിൽ നിന്നെ കടിച്ചു കൊടഞ്ഞ പലതും ഇന്ന് പിടിവിടണം. പിടിവിടണം. ആ പാരമ്പര്യം, ആ പൈശാചികത്വം പിടിവിട്ടു. ആട് ഓടി ഇടയന്റെ അടുക്കലേക്ക് വന്നു. ആടിന്റെ കൂട്ടത്തിൽ സിംഹം ഓടി. അവൻ അതിനെ താടിക്ക് പിടിച്ച് ആടിച്ചു കൊന്നു. ചോദ്യം, ഇപ്പം ആടിനെ കാണുമ്പം സിംഹങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുക, ദാവീദാണോ ആണോ? യോനാച്ചാനാ, കുഴപ്പമില്ല, എടുത്തോണ്ട് പോയ യോനാച്ചാൻ മരത്തേക്ക് എറിക്കോളൂ. ദാവീദാണ്. ഒരു വാക്ക് പറഞ്ഞ് നിർത്താം. നിന്റെ എൻ്റെ ഗമ ഇന്നലെ ഉണ്ടാക്കിയ പണമല്ല, നിനക്കൊരു ഇടയനുണ്ടെന്നുള്ളതാണ്. ഹോ ലോഡ്, ലോഡ്, എത്ര പേർക്ക് ധൈര്യമുണ്ട്?
ദാവീദ് പറയുന്ന വാക്ക് ഒന്നിച്ച് നമുക്കൊന്ന് പറയാം. യഹോവ എന്റെ ഇടയനാകുന്നു. എല്ലാരും പറഞ്ഞില്ല, ഒന്നുകൂടെ പറയാം. യഹോവ എന്റെ ഇടയനാകുന്നു. ഒരു ഇസ്രായേലിന്റെ രാജാവിനെന്ന് പറയാമെങ്കിൽ നമുക്ക് പറയാം, എനിക്കൊരു ഇടയൻ. പ്രസംഗം നിർത്തുക. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, എനിക്കൊരു ഇടയനുണ്ടെന്ന് പറ. എന്ത് എനിക്ക് കൈതാത്ത ആളോ, എനിക്കൊരു ഇടയനുണ്ടേൽ ജീവിതം വേറെ ലെവലാ. ഇടയനാ തീരുമാനിക്കുന്നത് നീ പോകേണ്ട വഴി. അപ്പം പറഞ്ഞു ആടിനെ തീറ്റി, ദൈവം പറഞ്ഞു ആടിനെ തീറ്റി നിർത്തിക്കോ, നിന്നെ ഞാൻ രാജാവാക്കാൻ പോവാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്കൊരു ഇടയനുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും പറയണം ദൈവം കൂടെ ഉണ്ട്. ഏത് വെല്ലുവിളിക്കകത്തും ദൈവം കൈക്ക് പിടിക്കുന്നുണ്ട്. ഒന്നും നീ പറയുന്നത് നിനക്ക് വലിയ കടബാധ്യതയാ, നീ പറയുന്നത് നിനക്ക് വലിയ മാരകരവ്. തമ്പുരാൻ ഇന്നും നിന്നെ ഒന്ന് തൊട്ടാൽ നിന്റെ സകല രോഗത്തിന്റെ വൈറസും യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ തന്നേക്കുന്നൊരു ആത്മീയ കാഴ്ചപ്പാടാ. അതിനുവേണ്ടി ചാകാൻ തയ്യാറായിക്കാൻ ഞങ്ങളൊക്കെ വേലയ്ക്ക് ഇറങ്ങിയേക്കുന്നത്. അല്ലാതെ എല്ലാവരും ചുറ്റും കാവൽ നിന്ന് പിടിക്കുമെന്നൊന്നുമല്ല. ആര് തട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ ദൈവരാജ്യത്തിലെത്തണം. ഞാൻ പ്രസംഗം നിർത്തുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, എനിക്കൊരു ഇടയനുണ്ടെന്ന് പറ. ഒന്നുകൂടെ പറഞ്ഞേ, യഹോവ എന്റെ ഇടയനാകുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, യഹോവ എന്റെ. ലാലു എല്ലാരും പറഞ്ഞു നോക്കുന്നില്ല, ഇങ്ങോട്ട് വാ, എന്നെ നോക്ക്. പറ, യഹോവ എന്റെ എന്റെ ഇടയനാ. കണ്ടോ, ലാലുവിന്റെ എന്റെ ഇടയനാ, എന്റെയാ, വിട്ടുകൊടുക്കരുത്, എന്റെയാ. എനിക്ക് സ്വന്തം ഒരാളെ ഉള്ളൂ. ഞാൻ പറയും, ഇടയൻ കഴിഞ്ഞ ഭാര്യയുള്ളൂ, ഇടയൻ കഴിഞ്ഞ പിള്ളേരുള്ളൂ, ഇടയൻ കഴിഞ്ഞ അപ്പനുള്ളൂ, എല്ലാം ഇടയൻ കഴിഞ്ഞ ശേഷം ഒന്നാമത് ഇടയൻ. നിങ്ങൾക്കറിയാം, പ്രസംഗം തീർന്നിട്ട് നിർത്തുവല്ല. ലോർഡ് ജീസസ് കൈക്ക് പിടിച്ച് നടത്തുന്ന ദൈവം കർത്താവിൻ്റെ കൂടെയുണ്ട്.